ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ജോസ്നാസ് കിച്ചൺ വേൾഡ്. അപ്പോൾ നമുക്കിന്ന് സിമ്പിളായിട്ട് കുക്കറിലൊരു മുട്ട ബിരിയാണി തയ്യാറാക്കാം. അതിന് വേണ്ട ചേരുവകളെല്ലാം ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തയ്യാറാക്കാം. അതിനുവേണ്ടി കുക്കർ അടുപ്പത്ത് വെച്ച് കുക്കർ നന്നായിട്ട് ചൂടാവുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യും 1 ടേബിൾ സ്പൂൺ ഓയിലും ഒഴിച്ച് ചൂടാക്കുക. ചൂടായി വരുമ്പോൾ അതിലേക്ക് ഹോൾ സ്പൈസസ് ഇട്ടിട്ട് നമ്മൾ അരിഞ്ഞു വെച്ച ഒരു സവോള ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ചതച്ച പേസ്റ്റും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി വഴറ്റുക. എടുത്തു വച്ചിരിക്കുന്ന മസാലകളായ മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാല എന്നിവ ചേർത്ത് തക്കാളി ഇട്ട് വഴറ്റി നമുക്കൊരു 5 മിനിറ്റ് കുക്കറിൽ ആവി കയറ്റാം. അതിനുശേഷം നന്നായിട്ട് വെന്ത് വരും. അതിലേക്ക് 1 കപ്പ് തൈര് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. 1 കപ്പ് എന്ന് പറയുമ്പോൾ ഒരു 2 ടേബിൾ സ്പൂണേ വരുന്നുള്ളൂ. അതിലേക്ക് വറുത്ത് വച്ചേക്കുന്ന സവോളയും ചേർത്ത് ഫ്ലേവറിന് വേണ്ടി കറിവേപ്പിലയും ഫ്ലേവറിനുള്ളൊരു ഇലയും ചേർത്ത് നമുക്ക് മുട്ടയിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഈ സമയത്ത് നമുക്ക് മല്ലിയിലയും പുതിനയിലയും ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഇല്ലാത്തതുകൊണ്ട് ചേർക്കുന്നില്ല. ശേഷം കഴുകി വെച്ചിരിക്കുന്ന അരി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. 1 കപ്പ് അരിക്ക് 1 കപ്പ് അളവിൽ വെള്ളം ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കിയതിന് ശേഷം ഒരു അരമുറി ചെറുനാരങ്ങ പിഴിഞ്ഞ് ചേർക്കാം. ഇത് അരി ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ്. പിന്നെ അതിലേക്ക് നമുക്ക് നോക്കിയിട്ട് ഉപ്പും ചേർത്ത് കുക്കറിൽ നമുക്ക് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. കുക്കറിൻ്റെ വിസിലിടേണ്ട ആവശ്യമില്ല. അല്ലാതെ തന്നെ ഒരു 10 മിനിറ്റ് വേവിച്ചാൽ മതി. നല്ല അടിപൊളി മുട്ട ബിരിയാണി